ബെസ്റ്റ് ഇൻഫോയുടെ LP-UP ഇൻ്റർവ്യൂ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സഹകരണ പഠനവും സഹവർത്തിത പഠനവും തമ്മിലുള്ള വ്യത്യാസമെന്ത്. സഹകരണ പഠനം അതായത് കോപ്പറേറ്റീവ് ലേണിംഗ്, സഹവർത്തിത പഠനം കൊളാബറേറ്റീവ് ലേണിംഗ്. സഹകരണ പഠനത്തിൽ ഒരു കൂട്ടം പഠിതാക്കൾ ഒരുമിച്ച് ചേർന്ന് ഒരു പ്രവർത്തനം പൂർത്തിയാക്കുന്നു. ഇതുവഴി പുതിയ പഠനാനുഭവങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ആർജിക്കാനും സഹകരണ മനോഭാവം വളർത്തിയെടുക്കാനും കഴിയുന്നു. എന്നാൽ സഹവർത്തിത പഠനത്തിൽ ഒരു പഠന പ്രവർത്തനത്തെ വിവിധ ഘട്ടങ്ങളായി വിഭജിക്കുകയും ഓരോ ഘട്ടവും ഓരോ പഠിതാക്കൾക്ക് വിഭജിച്ചു നൽകി പഠന പ്രവർത്തനം പൂർത്തിയാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. സംക്ഷിപ്തമായി പറഞ്ഞാൽ സഹകരണ പഠനത്തിൽ മുഴുവൻ പഠന പ്രവർത്തനവും പഠിതാക്കൾ ഒരുമിച്ച് കൂട്ടായി ചെയ്തു തീർക്കുന്നു. സഹവർത്തിത പഠനത്തിൽ പഠന പ്രവർത്തനം വിഭജിച്ചു നൽകി ഓരോ പഠിതാവും അവനവൻ്റെ ഭാഗം പൂർത്തിയാക്കുകയും ചെയ്യുന്നു. സഹകരണ പഠനത്തിൽ അതായത് കോപ്പറേറ്റീവ് ലേണിങ്ങിൽ ഒരു കൂട്ടം പഠിതാക്കൾ ഒരുമിച്ച് ചേർന്ന് ഒരു പഠന പ്രവർത്തനം പൂർത്തിയാക്കുന്നു. ഇതുവഴി പുതിയ പഠനാനുഭവങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ആർജിക്കാനും സഹകരണ മനോഭാവം വളർത്തിയെടുക്കാനും കഴിയുന്നു. എന്നാൽ സഹവർത്തിത പഠനത്തിൽ ഒരു പഠന പ്രവർത്തനത്തെ വിവിധ ഘട്ടങ്ങളായി വിഭജിക്കുകയും ഓരോ ഘട്ടവും ഓരോ പഠിതാക്കൾക്കും വിഭജിച്ചു നൽകി പഠന പ്രവർത്തനം പൂർത്തിയാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. സംക്ഷിപ്തമായി പറഞ്ഞാൽ സഹകരണ പഠനത്തിൽ മുഴുവൻ പഠന പ്രവർത്തനവും പഠിതാക്കൾ ഒരുമിച്ച് കൂട്ടായി ചെയ്തു തീർക്കുന്നു. സഹവർത്തിത പഠനത്തിൽ പഠന പ്രവർത്തനം വിഭജിച്ചു നൽകി ഓരോ പഠിതാവും അവനവൻ്റെ ഭാഗം പൂർത്തിയാക്കുകയും ചെയ്യുന്നു. താങ്ക്